എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 4ാം സെമസ്റ്ററിലെ പേപ്പർ നമ്പർ 410 സാമൂഹിക ശാസ്ത്രത്തിലെ 3ാമത്തെ യൂണിറ്റുമായിട്ടാണ്. 3ാമത്തെ യൂണിറ്റിന്റെ പേര് സാമൂഹ്യ ശാസ്ത്ര പഠനം, ഗവേഷണവും പ്രശ്നപരിഹാരവും എന്നുള്ളതാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ തിരിച്ചറിയുന്നതിനും സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നതിനും സാമൂഹ്യശാസ്ത്ര പഠനത്തിലൂടെ കുട്ടികൾ പ്രാപ്തരാകണം. ഒരു കുട്ടി സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ തിരിച്ചറിയാൻ കഴിയണം. സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാനും ആ കുട്ടിക്ക് കഴിയണം. സമൂഹത്തിൽ സാമൂഹ്യമായും സാമ്പത്തികമായും നിരവധി പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സമൂഹത്തിൽ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നിരവധി പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ആത്മഹത്യാ പ്രവണതകൾ, അന്ധവിശ്വാസങ്ങൾ, മദ്യം, മയക്കുമരുന്നിനോടുള്ള ആസക്തി, ജാതീയത, വർഗീയത, മാലിന്യ പ്രശ്നങ്ങൾ, തെറ്റായ ആരോഗ്യശീലങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ആത്മഹത്യാ പ്രവണതകൾ, അന്ധവിശ്വാസങ്ങൾ, മദ്യം, മയക്കുമരുന്നുകളോടുള്ള ആസക്തി, ജാതീയത, വർഗീയത, മാലിന്യ പ്രശ്നങ്ങൾ, തെറ്റായ ആരോഗ്യശീലങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ. സാമൂഹ്യ ബന്ധങ്ങളും മനോഭാവങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ മാറി വരുന്നുണ്ട്. സാമൂഹ്യശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ നേടുന്നില്ലേ എന്ന സംശയം ബലപ്പെടുമ്പോൾ ഗവേഷണത്തിനും പ്രശ്നപരിഹരണത്തിനുമുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ഈ ഒരു സാമൂഹ്യശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ ഓരോ കുട്ടിയും നേടുന്നില്ലേ എന്ന സംശയം നമ്മുടെ നാട്ടിൽ ബലപ്പെടുമ്പോൾ നമ്മൾ ഗവേഷണത്തിനും പ്രശ്നപരിഹരണത്തിനുമുള്ള സാധ്യതകൾ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ ഒഴിവാക്കാനാവാത്ത മേഖലയാണ് ഗവേഷണ പ്രവർത്തനങ്ങൾ. നമ്മുടെ സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഒരു മേഖലയാണ് ഇത് ഗവേഷണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൽ സാമൂഹ്യശാസ്ത്ര ഗവേഷണം, അതിൻ്റെ പ്രാധാന്യം, വിവിധ ഗവേഷണ പ്രവർത്തനങ്ങൾ, ഗവേഷണ റിപ്പോർട്ട് തയ്യാറാക്കൽ, തുടർ പ്രവർത്തന സാധ്യതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് സാമൂഹ്യശാസ്ത്രത്തിലെ ഗവേഷണം, ആ ഒരു ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, വിവിധ ഗവേഷണ പ്രവർത്തനങ്ങൾ, ഗവേഷണ റിപ്പോർട്ട് തയ്യാറാക്കൽ, ഇതിൻ്റെ തുടർ പഠന സാധ്യതകൾ തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഗവേഷണം എന്ത് എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. നമുക്കൊന്ന് ഗവേഷണം എന്താണ്, ചില നിർവചനങ്ങൾ ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. സിസ്റ്റമാറ്റിക് എഫേർട്ട് ടു ഗെയിൻ ന്യൂ നോളജ് വി ക്യാൻ കോൾ റിസർച്ച്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഒരു എഫേർട്ട് എന്തിനു വേണ്ടിയിട്ട്? നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. അതിന് നമുക്ക് എന്തു പറയാം? ഒരു ഗവേഷണം അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയാം. എനി ഓർഗനൈസ്ഡ് എൻക്വയറി ഡിസൈൻഡ് ആൻഡ് ക്യാരിഡ് ഔട്ട് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ സോൾവിങ് പ്രോബ്ലം. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് എൻക്വയറി എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന, നമുക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വളരെ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് എമോറി പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം നമുക്ക് ഈ ഒരു ഗവേഷണത്തിൽ കാണാം. ദ മാനിപ്പുലേഷൻ ഓഫ് ജനറൈസിങ് ടു എക്സ്റ്റെൻഡ് കറക്റ്റ് ഓർ വെരിഫൈ നോളജ്. നമ്മുടെ ഈ നോളജ് ഒന്നെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു പ്രക്രിയയായിട്ട് നമുക്ക് ഈ ഗവേഷണത്തെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസ് നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ് ഗവേഷണത്തിന് വേണ്ടി.
Social science research is a systematic method for understanding, analyzing, and conceptualizing human life in order to extend, correct, or verify നോളജ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ലൈഫ്. നമ്മുടെ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ട്? അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസെപ്റ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തിനെയൊക്കെ? നമ്മുടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ. എന്തിനെ? നമ്മുടെ നോളജിനെ, ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും സോഷ്യൽ ലൈഫിനെ കുറിച്ചുമുള്ള നമ്മുടെ നോളജിനെ വെരിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ഒരു ഗവേഷണം എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ബാക്കി ആ ഒരു നിർവചനങ്ങൾ നിങ്ങളൊന്ന് വെറുതെ നോക്കി വെച്ചാൽ മതി. അത് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി വരുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഏതാനും നിർവചനങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു. എന്താണ് ഗവേഷണം? ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള അന്വേഷണമാണ് എന്ത്? ഗവേഷണം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് ആദ്യ പോയിന്റ് നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള അന്വേഷണമാണ് ഗവേഷണം. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള ഒരു അന്വേഷണത്തെ നമുക്ക് എന്തു പറയാം? ഗവേഷണം എന്ന് പറയാം. നിരീക്ഷണം, താരതമ്യം, പരീക്ഷണം, നിഗമനം എന്നീ പ്രക്രിയകളോടെ നടത്തുന്ന സത്യാന്വേഷണമാണ് ഗവേഷണം. നിരീക്ഷണം, താരതമ്യം, പരീക്ഷണം, നിഗമനം എന്നീ പ്രക്രിയകളോടെ നടത്തുന്ന ഒരു സത്യാന്വേഷണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗവേഷണത്തെ കാണാം. എല്ലാ വിജ്ഞാന ശാഖകളിലും ഗവേഷണം നടക്കുന്നുണ്ട്. ഗവേഷണം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വിജ്ഞാന ശാഖകളിലും ഗവേഷണം നടക്കുന്നുണ്ട്. ഗവേഷണം പഠനത്തിലേക്ക് നയിക്കുകയും പഠനം ഗവേഷണത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഗവേഷണം എന്ത് ചെയ്യുന്നുണ്ട്? പഠനത്തിലേക്ക് നയിക്കുന്നുണ്ട്. പഠനം എന്ത് ചെയ്യുന്നുണ്ട്? ഗവേഷണത്തെ ഉത്തേജിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇവ രണ്ടും എന്താണ്? വളരെ പ്രധാനമാണ്. സാമൂഹിക ശാസ്ത്ര ഗവേഷണം മാനുഷിക വിഷയങ്ങളിൽ മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ്. നമ്മുടെ ഈ ഒരു സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്നത് മാനുഷികമായിട്ടുള്ള മനുഷ്യന്റെ വിഷയങ്ങളിൽ മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. നരവംശാസ്ത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, സമൂഹശാസ്ത്രം, വിദ്യാഭ്യാസം, രാഷ്ട്രതന്ത്രം തുടങ്ങിയ മേഖലകളിലായി സാമൂഹ്യശാസ്ത്ര ഗവേഷണം വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ ഈ ഒരു സാമൂഹ്യശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നത് നരവംശാസ്ത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, സമൂഹശാസ്ത്രം, വിദ്യാഭ്യാസം, രാഷ്ട്രതന്ത്രം തുടങ്ങിയ മേഖലകളിലായിട്ട് ഈ ഒരു ഗവേഷണം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഗവേഷണത്തിന്റെ രീതികളെ വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പരിശോധിക്കാം എന്ന് തുടങ്ങിയിട്ട് നമ്മളിനി ഗവേഷണത്തിന്റെ രീതികളെ ഇവിടെ വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ടോപ്പിക്ക്. അറിയുവാനുള്ള താല്പര്യം മനുഷ്യ സഹജമാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമുക്കത് അറിയാനുള്ള ഒരു താല്പര്യം, ആരെങ്കിലും രണ്ടുപേരെന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് നമുക്കും കൂടെ അറിയാനുള്ള താല്പര്യം മനുഷ്യന്റെ ഒരു സഹജമായിട്ടുള്ള സ്വഭാവമാണ്. ഈ താല്പര്യത്തിന്റെ ഭാഗമായി നിരവധി ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. അപ്പൊ അവരെന്തായിരിക്കും പറയുന്നത്? ആരെക്കുറിച്ചായിരിക്കും പറയുന്നത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ മനസ്സിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉത്തരങ്ങൾ തേടുന്നു. മനുഷ്യന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്താ ചെയ്യുക? മനുഷ്യൻ അതിന്റെ ഉത്തരങ്ങൾ തേടും. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ കാലങ്ങളായി നടത്തിയ അന്വേഷണങ്ങളുടെ ഫലമാണ് അറിവ്. ഇങ്ങനെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ മനുഷ്യൻ ഉത്തരങ്ങൾ തേടും. സാമൂഹ്യ ജീവിയായിട്ടുള്ള ഈ മനുഷ്യൻ കാലങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു അറിവ് ഉണ്ടാവുന്നത്. ഈ അറിവാണ് നമ്മുടെ മനുഷ്യനെ ഓരോ ദിവസവും പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥിയുടെ മനസ്സിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ഉയരാമെന്നുള്ളതാണ് അടുത്തതായിട്ട് അവിടെ പറയുന്നത്. ഒന്നാമത്തെ എന്താ? വിവിധ നാടുകളിലെ മനുഷ്യവൈവിധ്യത്തിന് കാരണം എന്തായിരിക്കുമെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് വംശീയാതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കുട്ടികൾ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. പ്രളയം, മഴ, ഉരുൾപൊട്ടൽ തുടങ്ങിയവ ഉണ്ടാവുന്നത് എങ്ങനെയാണ്?
രാത്രിയും പകലും മാറി വരുന്നത് എന്തുകൊണ്ടാണ്? തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫലപ്രാപ്തി എന്ത്? കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൂടി കഴിയും. ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉത്തരങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ ഉയരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവ അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്തുകയും മനുഷ്യൻ ചെയ്യുന്നു. അജ്ഞാതമായ കാര്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടലാണ് ഗവേഷണത്തിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഗവേഷണത്തിന്റെ ഒരു പ്രസക്തി എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയാത്ത ഒരു ഉത്തരത്തിന്റെ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള തേടലാണ് ഈ ഒരു ഗവേഷണത്തിൽ നടക്കുന്നത്. ഇവിടെ അന്വേഷണം ക്രമീകൃതവും ശാസ്ത്രീയവുമായിരിക്കണം. ഈ ഒരു ഗവേഷണം കൃത്യമായിട്ട് ശാസ്ത്രീയപരമായിട്ടിരിക്കണം. അതേപോലെ തന്നെ എന്തായിരിക്കണം? ക്രമീകൃതമായിരിക്കണം. കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ അതിന് വേണം. ഇത്തരത്തിൽ സാമൂഹ്യശാസ്ത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടലാണ് സാമൂഹ്യശാസ്ത്ര ഗവേഷണം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. നിരവധി ആളുകൾ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ തന്നെ പല ആളുകളും ഒരു ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണുവാൻ വേണ്ടി കഴിയും. ജീവിതം തന്നെ ഗവേഷണത്തിനായി മാറ്റിവെച്ച നിരവധി വ്യക്തിത്വങ്ങളെ നമുക്ക് പരിചിതമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, അമർത്യ സെൻ, റൊമില താപ്പർ, DC കൊസാംബി തുടങ്ങിയവര് അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇവരുടെ ഗവേഷണ നേട്ടങ്ങൾ മാനവ ചരിത്രം തന്നെ മാറ്റിമറിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ധാരാളം പ്രതിഭകൾ എന്ത് ചെയ്യുന്നുണ്ട്? നാടിനു വേണ്ടിയിട്ട് ഗവേഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തുടരുന്നുണ്ട്. കേരള സമൂഹം നേരിടുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അവയുടെ ഗവേഷണ സാധ്യത ചർച്ച ചെയ്യുവാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷണ പഠനത്തിനായി നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷണ പഠനത്തിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രതിഭകൾക്ക് ഫെലോഷിപ്പോടെ ഒട്ടേറെ പഠന മേഖലകൾ ലഭ്യമാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ എന്താണ്? പ്രതിഭാധനരായിട്ടുള്ള ആളുകൾക്ക് ഫെലോഷിപ്പ് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളോടുകൂടി പഠിക്കാൻ പറ്റിയ പഠന മേഖലകൾ ലഭ്യമാണ്. ഏതാനും സ്ഥാപനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ICSSR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, ന്യൂഡൽഹിയിലാണ്. ഇനി അടുത്തതായിട്ട് നോക്കുകയാണ് IIPS, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ്, മുംബൈയിലാണ്. TISS, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, മുംബൈയിലാണ്. CSDS, സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ന്യൂഡൽഹിയിലാണ്. CDS, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, തിരുവനന്തപുരത്താണ്. KILA, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, തൃശൂർ ആണ്. അതുകൂടാതെ തന്നെ മറ്റു പല യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ കോളേജുകളും ഈ ഒരു സാമൂഹ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളായിട്ട് മാറാറുണ്ട്. ഈ സ്ഥാപനങ്ങളിലെല്ലാം സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ നിരവധി കോഴ്സുകളും ഗവേഷണ സാധ്യതകളും ലഭ്യമാണ്. രാജ്യത്തെ ഉന്നത സ്ഥാപനങ്ങളിൽ ധാരാളം തൊഴിൽ സാധ്യതകളും ഇത് മുഖേന ഉണ്ട്. അതൊന്ന് തിരിച്ചറിയാം. 2 പ്രവർത്തനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഗവേഷണ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ഗവേഷണ പ്രവർത്തനങ്ങൾ തൊഴിൽപരമായ മെച്ചപ്പെടലിനും സാമൂഹ്യ പ്രശ്നങ്ങളെയും പഠന പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിനും ഉതകുന്ന മാർഗങ്ങളായാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളൊരു ഗവേഷണ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തൊഴിൽപരമായിട്ടുള്ള മെച്ചപ്പെടലിനും സാമൂഹ്യ പ്രശ്നങ്ങളെയും അതേപോലെ തന്നെ പഠന പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിനും ഉതകുന്ന മാർഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. വിവിധ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളുടെ അനുബന്ധമായും തുടർ അന്വേഷണത്തിന്റെ ഭാഗമായും വിദ്യാർത്ഥികൾ ഏറ്റെടുക്കേണ്ട ഗവേഷണ പ്രവർത്തനങ്ങളെ അധ്യാപിക എന്ന നിലയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സഹായിയായി വർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു അധ്യാപിക എന്ന നിലയിൽ നമ്മുടെ വിവിധ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളുടെ അനുബന്ധമായിട്ടും അല്ലെങ്കിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായും വിദ്യാർത്ഥികൾ ഏറ്റെടുക്കേണ്ട നിരവധി ഗവേഷണ പ്രവർത്തനങ്ങളുണ്ട്.
ഇവ അധ്യാപിക എന്ന നിലയിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒരു സഹായിയായിട്ട് നമ്മൾ വർത്തിക്കുകയും വേണം. പഠന പ്രക്രിയയുടെ ഭാഗമായി അനുഭവപ്പെടുന്ന നിരവധി പഠന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം കാണേണ്ടിയും വരും. ഈ ഒരു പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് അനുഭവപ്പെടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പരിഹാരം കാണുകയും അതേപോലെ തന്നെ പരിഹാരം കാണേണ്ടതായി വരും. ഇതുകൂടാതെ വോട്ടർ പട്ടിക പുതുക്കൽ, സെൻസസ് പ്രവർത്തനങ്ങൾ, വിവിധ സർക്കാർ പദ്ധതികൾക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്ന സർവേകൾ, കുടുംബ സാമൂഹ്യ സർവേകൾ, ആരോഗ്യ സർവേകൾ തുടങ്ങിയവയെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു. അപ്പോൾ ഇതുകൂടാതെ തന്നെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? വിവിധ സർക്കാർ പദ്ധതികൾക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്ന സർവേ, കുടുംബ സാമൂഹ്യ സർവേകള്, ആരോഗ്യ സർവേകള് തുടങ്ങിയവയെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു. ഭാവിയിൽ ഉന്നത പഠനത്തിന്റെ ഭാഗമായും ഗവേഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, അവരൊരു ഉന്നത പഠനത്തിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? ഗവേഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഇതിനൊക്കെയുള്ള ധാരണകൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗവേഷണ പ്രവർത്തനങ്ങൾ ഈ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത്. ഇതിൽ ചിലത് മനഃശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി ഇതിനകം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറെ എണ്ണം കേട്ടിട്ടുണ്ടാവും. നമുക്ക് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. എന്തൊക്കെയാണ് ഗവേഷണ പ്രവർത്തനങ്ങൾ? പ്രൊജക്റ്റുകളുണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, സർവേ ഉണ്ട്, അഭിമുഖമുണ്ട്, ക്രിയാഗവേഷണമുണ്ട് എന്നീ അന്വേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇവ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വിശദമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമത്തത് ഏതാണ്? പ്രൊജക്റ്റ് ആണ് ഒന്നാമത്തത്. എന്താണ് പ്രൊജക്റ്റ്? ഒരു പഠന ലക്ഷ്യം നിർണയിച്ച് അതിനുവേണ്ട സാമഗ്രികൾ കണ്ടെത്തി ഒറ്റയ്ക്കോ കൂട്ടായോ പ്രവർത്തിച്ച് ലക്ഷ്യം നേടുകയാണ് പ്രൊജക്റ്റിലൂടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രൊജക്റ്റിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ഒരു പഠന ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യണം? നിർണയിക്കണം. ആ ഒരു പഠന ലക്ഷ്യം നിർണയിച്ച് അതിനു വേണ്ടിയ സാമഗ്രികൾ നമ്മൾ കണ്ടെത്തിയിട്ട് ഒറ്റയ്ക്കോ കൂട്ടായോ പ്രവർത്തിച്ച് നമ്മൾ ലക്ഷ്യം നേടുകയാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ ചെയ്യുന്നത്. വിദ്യാലയങ്ങളിൽ പല വിഷയങ്ങളിലും പഠന പ്രൊജക്റ്റുകൾ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലൊക്കെ നിരന്തരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? പല വിഷയങ്ങളിലും പഠന പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇത്തരം പ്രൊജക്റ്റുകൾ പലതും വ്യക്തിഗതമാണെങ്കിലും അധ്യാപകരും രക്ഷിതാക്കളും സഹപാഠികളും ഇതിൽ പങ്കെടുക്കാറുണ്ട്. അപ്പൊ വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങൾ പലതും വ്യക്തിഗതമാണെങ്കിൽ കൂടി തന്നെ അവിടെ അധ്യാപകരും രക്ഷിതാക്കളും സഹപാഠികളൊക്കെ ഇതിൽ പങ്കാളികളാകാറുണ്ട്. അധ്യാപക, വിദ്യാർത്ഥി എന്ന നിലയിലും ടീച്ചർ എന്ന നിലയിലും പ്രശ്നപരിഹാര മാർഗം എന്ന നിലയിൽ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. നമ്മളൊരു ടീച്ചർ സ്റ്റുഡന്റ് എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിലും ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. അന്വേഷണം, പരീക്ഷണം, നിരീക്ഷണം, ശേഖരണം, താരതമ്യം ചെയ്യൽ, നിഗമനങ്ങൾ രൂപപ്പെടുത്തൽ, പ്രദർശനങ്ങൾ സംഘടിപ്പിക്കൽ തുടങ്ങിയ പ്രക്രിയകളെല്ലാം പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്നാലോചിക്കുക, പ്രൊജക്റ്റിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? അതിൽ അന്വേഷണം വരും, പരീക്ഷണം വരും, നിരീക്ഷണം വരും, ശേഖരണം വരും, താരതമ്യം ചെയ്യൽ വരും, നിഗമനങ്ങൾ രൂപീകരിക്കൽ വരും, പ്രദർശനങ്ങൾ സംഘടിപ്പിക്കൽ, ഇങ്ങനെ തുടങ്ങിയ പ്രക്രിയകളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ പ്രൊജക്റ്റിന്റെ ഘട്ടങ്ങളൊന്ന് വിശദമായിട്ട് നോക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അന്വേഷണമാണ് പ്രൊജക്റ്റ് പ്രവർത്തനം. അപ്പൊ നമുക്ക് മുന്നിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു അന്വേഷണമായിട്ട് നമുക്ക് എന്തിനെ കാണാം? പ്രൊജക്റ്റ് പ്രവർത്തനത്തെ കാണാം. തന്റെ ചുറ്റുപാടും കാണുന്നതോ അനുഭവപ്പെടുന്നതോ ആയ നിരവധി മേഖലകളിൽ നിന്ന് പ്രൊജക്റ്റ് പ്രശ്നം ഉണ്ടാവാം. നമ്മുടെ ചുറ്റുപാടും കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ അനുഭവപ്പെടുന്നതോ ആയിട്ടുള്ള നിരവധി മേഖലകളിൽ നിന്നുണ്ടാവാം ഈ ഒരു പ്രൊജക്റ്റിന്റെ പ്രശ്നം ഉണ്ടാവാം. അത് പഠന പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാവാം, പാഠപുസ്തകത്തിൽ നിന്നുണ്ടാവാം,
ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാവാം, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്നാവാം, നമ്മുടെ സമൂഹത്തിൽ നിന്നാവാം, പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ആവാം. ഈ പ്രവർത്തന മേഖലകളിൽ നിന്നെല്ലാം പ്രത്യേകമായി ലഭിച്ച പ്രശ്നമാണ് പ്രൊജക്റ്റിന് ആധാരമായിട്ട് നമ്മൾ എടുക്കുക. ഈ പ്രശ്നം പഠനവിധേയമാക്കുമ്പോൾ അതിനുള്ള കാരണം, വിഷയം കണ്ടെത്തിയ രീതി, അതിന് തൻ്റെ ജീവിതവുമായോ തൊഴിൽ മേഖലയുമായോ ഉള്ള ബന്ധം, പഠനവിധേയമാക്കുന്നതിൻ്റെ മെച്ചങ്ങൾ തുടങ്ങിയവ നമ്മൾ പരിശോധിക്കണം. ഇപ്പം നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് ആധാരമായിട്ട് ഒരു വിഷയം എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വിഷയം എടുക്കുമ്പോൾ ആ ഒരു വിഷയം എടുക്കാനുള്ള കാരണം, ആ ഒരു വിഷയം കണ്ടെത്തിയ രീതി, ഈ ഒരു വിഷയത്തിന് തൻ്റെ ജീവിതവുമായോ തൊഴിൽ മേഖലയുമായോ ഉള്ള ബന്ധം, ഈ ഒരു മേഖല പഠനവിധേയമാക്കുന്നതിൻ്റെ മെച്ചങ്ങൾ തുടങ്ങിയവ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. പഠന പ്രൊജക്റ്റ് ചെയ്യുന്നതിനു മുമ്പ് ലക്ഷ്യം കൃത്യമായി നിർവചിക്കണം. അപ്പോൾ നമ്മൾ ഒരു പഠന പ്രൊജക്റ്റ് ചെയ്യാണ്. ആ ഒരു പഠന പ്രൊജക്റ്റ് ചെയ്യുന്നതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പഠന പ്രൊജക്റ്റിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് നിർവഹിക്കണം. ഉദാഹരണമായി, സാമൂഹ്യശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി കേരളത്തിലെ നെൽകൃഷി കുറഞ്ഞു വരുന്നു എന്ന പ്രശ്നം പഠനവിധേയമാക്കുകയാണെങ്കിൽ കേരളമാകെ പഠനവിധേയമാക്കാൻ പരിമിത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നിർവഹിക്കാനാവില്ല. അപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ നെൽകൃഷി കുറഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ലഭ്യമായ സമയം, വിഭവങ്ങൾ, സൗകര്യങ്ങൾ എന്നിവ പരിഗണിച്ച് നമ്മുടെ പരിമിതികൾക്കും പ്രായോഗികതയ്ക്കുമനുസരിച്ച് ആ ഒരു പ്രശ്നത്തെ നിർവചിച്ച് ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യണം? പരിമിതപ്പെടുത്തണം. തുടർന്ന് തലക്കെട്ട് നമ്മൾ നിർണ്ണയിക്കണം. അത് കൃത്യവും വ്യക്തവുമാകണം. അപ്പം നമ്മൾ ആ ഒരു പ്രൊജക്റ്റിന് കൊടുക്കുന്ന തലക്കെട്ട് എന്ത് ചെയ്തിരിക്കണം? വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പറയാൻ വേണ്ടിയിട്ട് കഴിയണം. ഇനി അടുത്തതായിട്ടുള്ളത് മുൻവിവരങ്ങളുടെ പരിശോധനയാണ്. പ്രോജക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ മുൻവിവരങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഈ പ്രശ്നം മുമ്പ് മറ്റാരെങ്കിലും പഠനവിധേയമാക്കിയിട്ടുണ്ടോ? ലഭ്യമായ വിവരങ്ങൾ എന്തെല്ലാം എന്നു പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിലൂടെ അനാവശ്യമായ ചെലവും സമയനഷ്ടവും ഒഴിവാക്കുന്നതോടൊപ്പം സ്വന്തം പ്രശ്നത്തെ പ്രായോഗികമായി ശരിയായ രീതിയിൽ സമീപിക്കുവാനും കഴിയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രശ്നം മുമ്പ് മറ്റാരെങ്കിലും പഠനവിധേയമാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാം നോക്കണം. ഇതൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിലൂടെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചെലവും സമയനഷ്ടവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും. സ്വന്തം പ്രശ്നത്തെ പ്രായോഗികമായി ശരിയായ രീതിയിൽ സമീപിക്കാനും നമുക്ക് ഇതിലൂടെ കഴിയും. പത്രമാസികകൾ, പുസ്തകങ്ങൾ, ജേണലുകൾ, പഠന റിപ്പോർട്ടുകൾ, ബ്ലോഗുകൾ തുടങ്ങിയവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനായിട്ട് ഉപയോഗിക്കാം. അടുത്തതായിട്ടുള്ളത് പരികൽപ്പന രൂപപ്പെടുത്തലാണ്. നമ്മളൊരു ഊഹം ഊഹിക്കുക എന്നുള്ളതാണ് പരികൽപ്പനയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. മുൻ വിവരങ്ങളുടെ പരിശോധനയിൽ നിന്ന്, പ്രാഥമിക വിശകലനങ്ങളിൽ നിന്ന്, ബുദ്ധിപരമായിട്ടുള്ള ഊഹത്തിൽ നിന്ന്, മുൻ പഠന റിപ്പോർട്ടുകളിൽ നിന്ന്, നിലവിലുള്ള സിദ്ധാന്തങ്ങളിൽ നിന്ന്, മുൻ അനുഭവങ്ങളിൽ നിന്ന്. അപ്പോൾ ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യം എടുത്തുകൊണ്ട് നമ്മൾ ഊഹിക്കപ്പെടുന്ന ഒരു ഉത്തരമാണ്. നമ്മളൊന്നും റിസർച്ച് ചെയ്യാതെ ഇതായിരിക്കും അതിന് കാരണം എന്ന രീതിയിൽ നമ്മളൊന്ന് ഊഹിക്കുന്നതിനെയാണ് പരികൽപ്പന എന്ന് പറയാം. ഇതുവഴി പ്രശ്നത്തിന് പരിഹാരം തേടാനുള്ള വഴി നമുക്ക് എന്ത് ചെയ്യും? തുറന്ന് കിട്ടും. പരികൽപ്പന പ്രസ്താവനാ രൂപത്തിൽ ലളിതവും വ്യക്തവുമായിരിക്കണം. ഈ പരികൽപ്പന അല്ലെങ്കിൽ നമ്മുടെ ഊഹം എന്ന് പറയുന്നത് പ്രസ്താവനാ രൂപത്തിലായിരിക്കണം. അതേപോലെ ലളിതവും വ്യക്തവുമായിരിക്കണം. പരികൽപ്പന പരിശോധിക്കാൻ കഴിയുന്നതും സ്വീകരിക്കാനും തള്ളിക്കളയാനും സാധ്യതയുള്ളതാണ്. ഈ ഒരു പരികൽപ്പന എന്നുള്ളത് നമുക്ക് ആ ഒരു പ്രൊജക്റ്റിന്റെ ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ പരിശോധിക്കാം, വേണമെങ്കിൽ പരിശോധിക്കാം. അതേപോലെ തന്നെ ഇത് സ്വീകരിക്കാനും തള്ളിക്കളയാനും സാധ്യതയുള്ള ഒന്നായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്.
ഇനി പ്രൊജക്റ്റിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ശേഖരിക്കേണ്ട വിവരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കലാണ്. രൂപീകരിച്ച പരികൽപ്പന ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ, പരിശോധിക്കേണ്ട ഘടകങ്ങൾ എന്നിവ കൃത്യമാക്കേണ്ടതുണ്ട്. നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു പരികൽപ്പന എന്ന് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, ഇത് പരിശോധിക്കേണ്ട ഘടകങ്ങൾ എന്നിവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമാക്കേണ്ടതുണ്ട്. ഒരു ഘടകം മറ്റൊരു ഘടകത്തെ ബാധിക്കുന്നുണ്ടാവാം. അപ്പോൾ ഒരു ഘടകം എന്ത് ചെയ്യുന്നുണ്ടാവാം, മറ്റൊരു ഘടകത്തെ ബാധിക്കുന്നുണ്ടാവാം. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും, ഇപ്പൊ കേരളത്തിലെ നെൽകൃഷി കുറഞ്ഞു വരുന്നു എന്ന പ്രശ്നത്തെ നമുക്ക് പല ഘടകങ്ങളായിട്ട് അതിനെ സ്വാധീനിക്കുന്നുണ്ടാവും. അത്തരം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചിലപ്പോൾ നെൽകൃഷി ലാഭകരമല്ലാത്തത് കൊണ്ടായിരിക്കും, തൊഴിലാളികളുടെ ലഭ്യത കുറവ് കൊണ്ടായിരിക്കും, കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും, കൂലി കൂടുതലായതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിയാം. ഇത്തരം ഘടകങ്ങളെ അല്ലെങ്കിൽ ചരങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പരികൽപ്പന ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കലാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാന ഘട്ടം. അപ്പോൾ നമ്മൾ ഇത്തരം ഘടകങ്ങളെ അല്ലെങ്കിൽ ചരങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരികൽപ്പന ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കലാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാന ഘട്ടം. ഇത്തരം പരിശോധനാ ഘടകങ്ങളെ തിരിച്ചറിയലാണ് ഇതിൽ പ്രധാനം. ഇതിലൂടെ അന്വേഷണ മേഖലകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യതപ്പെടുത്താനാവുകയും കൂടി ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ അന്വേഷണ രൂപരേഖ തയ്യാറാക്കുക എന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അന്വേഷണ രൂപരേഖ തയ്യാറാക്കുക. ആ ഇതിൽ തന്നെ അതൊരു നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ അതിൽ തന്നിട്ടുണ്ട്. പരികൽപ്പനയെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് വിവിധ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നതിനുള്ള ഒരു രൂപരേഖ നമ്മൾ തയ്യാറാക്കണം. അപ്പൊ നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള പരികൽപ്പനയെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം, അത് വിശകലനം ചെയ്യണം, വിവിധ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം, തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു രൂപരേഖ അവസാനം നമ്മൾ തയ്യാറാക്കണം. രൂപരേഖയിൽ വിവരങ്ങളുടെ അളവ്, തരം, ശേഖരണ മാർഗം തുടങ്ങിയവ ഉണ്ടാകണം. അപ്പൊ നമ്മുടെ ഈ ഒരു രൂപരേഖയിൽ എന്തൊക്കെ ഉണ്ടാവണം, വിവരങ്ങളുടെ അളവുണ്ടാവണം, അതിന്റെ തരം ഉണ്ടാവണം, ശേഖരണ മാർഗം ഉണ്ടാവണം, തുടങ്ങിയവയൊക്കെ ഉണ്ടാവണം. പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ എന്തെല്ലാം ചെയ്യണം, ആരെല്ലാം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു, എത്ര സമയത്തിനുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്യണം, ഇതിനായിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി തീരുമാനിച്ച് ആസൂത്രണ രൂപരേഖ പൂർത്തിയാക്കണം. ഇതിനനുസരിച്ച് ഒരു പ്രവർത്തന കലണ്ടർ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊജക്റ്റിന്റെ തയ്യാറാക്കുക കൂടി വേണം. വിവരശേഖരണ ടൂളുകൾ തയ്യാറാക്കൽ. ശേഖരിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമായ വിവരങ്ങളുടെ രീതി, സ്വഭാവം എന്നിവ അനുസരിച്ച് വിവരശേഖരണ ടൂളുകൾ അല്ലെങ്കിൽ സാമഗ്രികളുടെ രൂപപ്പെടുത്തലാണ് അടുത്ത ഘട്ടം. അപ്പൊ നമ്മൾ ശേഖരിക്കേണ്ടതും അതേപോലെ അന്വേഷിക്കേണ്ടതുമായിട്ടുള്ള വിവരങ്ങളുടെ രീതിയും സ്വഭാവമൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വിവരശേഖരണ ടൂളുകളും സാമഗ്രികളും തയ്യാറാക്കണം. പരീക്ഷണം, നിരീക്ഷണം, ഫീൽഡ് സന്ദർശനം, ഇന്റർവ്യൂ, സർവേ തുടങ്ങിയ രീതികളാണ് നമ്മൾ പൊതുവെ സ്വീകരിക്കാറുള്ള രീതികൾ. ഈ വിവരശേഖരണ ടൂളുകളായിട്ട് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത് പരീക്ഷണം, നിരീക്ഷണം, ഫീൽഡ് സന്ദർശനം, ഇന്റർവ്യൂ, സർവേ തുടങ്ങിയ രീതികളൊക്കെയാണ്. വിവരശേഖരണത്തിനായി വിവിധ സാമഗ്രികൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. സാമഗ്രികൾ ചുവടെ പറയുന്നതാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് സർവേ ഫോറമാണ്, രണ്ടാമത്തത് ചോദ്യാവലി, മൂന്നാമത്തെ അളവുപകരണങ്ങൾ, നാലാമത്തെ ക്യാമറ, അഞ്ചാമത്തത് ശബ്ദം റെക്കോർഡിംഗ് ഉപകരണമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി ഏഴാമത്തത് വിവര ശേഖരണമാണ്. നിരീക്ഷണം, പരീക്ഷണം, സർവേ, ഫീൽഡ് സ്റ്റഡി, ഇന്റർവ്യൂ തുടങ്ങിയവയെല്ലാം വിവരശേഖരണ മാർഗങ്ങളാണ്. നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി നിരീക്ഷിക്കാറുണ്ട്, പരീക്ഷണം ചെയ്യാറുണ്ട്, സർവേ ചെയ്യാറുണ്ട്, ഫീൽഡ് സ്റ്റഡി ചെയ്യാറുണ്ട്, ഇന്റർവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്.
യോജിച്ച ടൂളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വിവരശേഖരണങ്ങൾ നടത്താം. നമുക്ക് ഇഷ്ടമുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വിവരശേഖരണം നടത്താം. സാമ്പിൾ തിരഞ്ഞെടുക്കുക എന്നത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ആരെടുത്ത് നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ഒരു സാമ്പിൾ എത്ര പേരിൽ നിന്ന് എടുക്കും, അത് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എടുക്കേണ്ടി വരും. ആ സാമ്പിൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിന്റെ എല്ലാ തരം വ്യക്തിഗത യൂണിറ്റുകളും പ്രതിനിധാനം ചെയ്യുന്ന പരിച്ഛേദമായിരിക്കണം. അപ്പൊ സാമ്പിൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ തരം വ്യക്തിഗത യൂണിറ്റുകളെയും നമുക്ക് എന്ത് ചെയ്യണം? പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. വിവരശേഖരണ വ്യാപ്തി കൂടുതലാവുമ്പോൾ വിവരശേഖരണം പ്രയാസമാവുന്നു. അപ്പൊ ഈ ഒരു വിവരശേഖരണത്തിന്റെ വ്യാപ്തി കൂടുന്തോറും നമ്മുടെ വിവരശേഖരണം കൂടുതൽ പ്രയാസകരമായിട്ട് മാറുന്നുണ്ട്. ഇത് പരിഹരിക്കാനാണ് മുഴുവൻ സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്ന പരിച്ഛേദമായി ചെറിയ ഗ്രൂപ്പിനെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് മറികടക്കാൻ, ഈ ഒരു പ്രയാസത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ എണ്ണം ഉണ്ടാവുമ്പോഴുള്ള പ്രയാസത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുഴുവൻ സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ തീരുമാനിക്കുന്നത്. ഉദാഹരണമായിട്ട് കേരളത്തിലെ നെൽകൃഷി കുറഞ്ഞു വരുന്നു എന്ന പ്രശ്നത്തിന്റെ കാരണങ്ങളും പരിഹാരവും കണ്ടെത്താൻ 14 ജില്ലകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? വിവരങ്ങൾ ലഭിക്കണം. ഇത് ഒരു ജില്ലയിലെ പ്രശ്നമായിട്ട് ചുരുക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. അതിനാൽ എല്ലാ ജില്ലകളെയും പ്രതിനിധീകരിക്കുന്ന സാമ്പിൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? തീരുമാനിക്കാൻ. എന്നാൽ ജില്ലയിലെ മാത്രം പ്രശ്നമായി ചുരുക്കുകയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ചെയ്യാം. സവിശേഷ സാഹചര്യങ്ങളുള്ള ഓരോ മേഖലയിൽ നിന്നും ഏതാനും സാമ്പിളുകൾ നമുക്ക് ശേഖരിക്കാം. സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന ഓരോരോ വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? സാമ്പിളുകൾ ശേഖരിക്കാം. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകളിലെ നിശ്ചിത വാർഡുകളിലെ ഏതാനും കർഷകരെ നമുക്ക് സാമ്പിളുകളായിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം. 2000 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ ഹാജറില്ലായ്മ എന്നൊരു പ്രശ്നത്തിന് പരിഹാരം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിലെയും ഡിവിഷനിലെ വിവിധ വിഭാഗം തിരിച്ച് ഏതാനും കുട്ടികളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിള് ചുരുക്കാൻ വേണ്ടിയിട്ട് കഴിയും. വിവരശേഖരണം ആരംഭിക്കുന്നത് മുതൽ പ്രൊജക്ട് ഡയറി എഴുതി തുടങ്ങാം. അപ്പൊ നമ്മൾ വിവരശേഖരണം ആരംഭിക്കുന്നത് തൊട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രൊജക്ട് ഡയറി എഴുതി തുടങ്ങാം. പ്രവർത്തന ആരംഭം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും കുറിച്ചു വെക്കുന്ന ബുക്കാണ് പ്രൊജക്ട് ഡയറി. അപ്പോൾ പ്രൊജക്ട് ഡയറി എന്താണ് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കുക. പ്രവർത്തന ആരംഭം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും കുറിച്ചു വെക്കുന്ന ഒരു ബുക്കാണ് നമ്മൾ പ്രൊജക്ട് ഡയറി എന്ന് പറയാം. ഇത് പിന്നീട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് പ്രൊജക്ട് റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. അതിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് നോക്കിയിട്ട് പോവാം. ചെയ്ത പ്രവർത്തനങ്ങളും ലഭിച്ച വിവരങ്ങളും അപഗ്രഥന വിശദാംശങ്ങളും നിഗമനങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതി തയ്യാറാക്കുന്നതാണ് പ്രൊജക്ട് റിപ്പോർട്ട്. നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങള്, നമുക്ക് ലഭിച്ച വിവരങ്ങള്, നമ്മൾ അപഗ്രഥന വിശദാംശങ്ങള്, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങള്, ഇതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ എഴുതി തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയാം. റിപ്പോർട്ടിന് അംഗീകരിക്കപ്പെട്ട ഘടന പാലിക്കേണ്ടതുണ്ട്. റിപ്പോർട്ടിന് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള ഒരു ഘടനയുണ്ട്. അത് പാലിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉള്ളടക്കത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ശീർഷകം വേണം, സംഗ്രഹം വേണം, ആമുഖം വേണം, ഉദ്ദേശങ്ങള്, മുൻ പഠനങ്ങളുടെ പരിശോധന, പഠനരീതി, ശേഖരിച്ച വിവരങ്ങളുടെ ക്രോഡീകരണം, ഉപസംഹാരം, നിഗമനം, അവലംബകം മുതലായവയൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ പ്രാഥമിക ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് ശീർഷകം, തലക്കെട്ട്. ഇത് വളരെ ലളിതമായിരിക്കണം. വിഷയവും പരിശോധനാ ഘടകങ്ങളും പ്രതിഫലിക്കുന്നതുമായിരിക്കണം. വളരെ ലളിതമായിട്ടുള്ള ഒരു ശീർഷകമായിരിക്കണം.
ഈ ശീർഷകത്തിലൂടെ വിഷയവും അതേപോലെ പരിശോധനാ ഘടകങ്ങളും പ്രതിഫലിക്കുകയും കൂടെ വേണം എന്നുള്ളത് ഓർത്തിരിക്കുക. പരമാവധി 15 വാക്കുകൾ മാത്രം നമുക്ക് ഈ ഒരു ശീർഷകത്തിൽ ഉപയോഗിക്കാം. ഗവേഷകന്റെ പേരും സ്ഥാപനത്തിന്റെ പേരും അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തായിട്ട് നന്ദി, ആർക്കെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു നന്ദി നമുക്ക് എഴുതി ചേർക്കാം. മൂന്നാമത്തത് സാക്ഷ്യപത്രമാണ്. നാലാമത്തത് ഉള്ളടക്കം, അതിന്റെ ഇൻഡെക്സ് എന്തൊക്കെയാണ് ഓരോ പേജിലും കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇനി അഞ്ചാമതായിട്ടുള്ളത് സംഗ്രഹമാണ്. ഇത് പ്രാഥമിക ഭാഗത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. സംഗ്രഹത്തിൽ എന്തൊക്കെ പെടണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടിന്റെ വിഷയ സംബന്ധമായിട്ടുള്ള ഒരു ചെറിയ ലഘു വിവരണം നമ്മൾ കൊടുത്തിരിക്കണം. ലളിതവും വായനാ താല്പര്യം ഉണ്ടാക്കുന്നതുമായിരിക്കണം ഈ സംഗ്രഹം എന്ന് പറയുന്നത്. പരമാവധി 120 വാക്കുകളിൽ നമ്മൾ ഇത് ചുരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പ്രശ്നം, അന്വേഷണ രീതി, സാമ്പിളിന്റെ വിവരങ്ങൾ, ഉപാധികൾ, പഠനഫലം, നിഗമനങ്ങൾ തുടങ്ങിയവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു സംഗ്രഹത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയണം. ഇനി അടുത്തതായിട്ട് പ്രാഥമിക ഭാഗം അതോടെ കഴിയാണ്. ഇനി രണ്ടാമതായിട്ട് ഉള്ളത് മുഖ്യഭാഗമാണ്. മുഖ്യഭാഗത്തിൽ നമ്മൾ ആദ്യമായിട്ട് എഴുതേണ്ടത് ആമുഖമാണ്. ആമുഖത്തിൽ നമ്മൾ എന്തൊക്കെ എഴുതണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവപ്പെട്ട പ്രശ്നം എന്താണ്, അതിന്റെ പശ്ചാത്തലം എന്താണ്, ഈ ഒരു പ്രശ്നത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുന്നറിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എഴുതണം. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതണം. ഈ അന്വേഷണത്തിന്റെ ഒരു രീതിശാസ്ത്രം എഴുതണം. പരികൽപ്പന പ്രസ്താവിക്കൽ ഉണ്ടാവണം. നമ്മുടെ അനുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആമുഖത്തിൽ ചേർക്കണം. പരിമിതികൾ, ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നേരിട്ട പരിമിതികൾ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ നേരിടുന്ന പരിമിതികളൊക്കെ നമ്മൾ രേഖപ്പെടുത്തണം. പ്രത്യേക പദങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പദങ്ങളുടെ നിർവചനം കൂടി നമ്മൾ ആ ഒരു ആമുഖത്തിൽ കൂട്ടിച്ചേർക്കണം. സമാന പ്രശ്നങ്ങളുടെ ലഭ്യമായിട്ടുള്ള മുന്നറിവുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം. രണ്ടാമതായിട്ട് വിവരണങ്ങൾ വരാം, പട്ടികകൾ വരാം, ചിത്രങ്ങൾ വരാം, ഗ്രാഫുകൾ വരാം, ചാർട്ടുകൾ തുടങ്ങിയവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് തിരിച്ചറിയാം. മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ പഠന രീതിയെ കുറിച്ച് പറയുകയാണ്. ഗവേഷണ രൂപരേഖയുടെയും രീതിശാസ്ത്രത്തിന്റെയും വിവരണം നമ്മൾ ഉൾപ്പെടുത്തണം. വിവരശേഖരണത്തിന്റെ ഉറവിടം, അത് ഇവിടെ നിന്നാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്, കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തണം. സാമ്പിൾ നടപടിക്രമം, എങ്ങനെയാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്തത് എന്നുള്ളതിന്റെ നടപടിക്രമം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. വിവരശേഖരണ ഉപാധികളും രീതികളും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ രേഖപ്പെടുത്തി വെക്കണം. വിശകലന രീതികൾ ഏതൊക്കെയാണ്, അത് വിവരശേഖരണ ടൂളുകൾ പൂർണ്ണരൂപം അനുബന്ധമായിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ശേഖരിച്ചിട്ടുള്ള വിവരശേഖരണ ടൂളുകൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു അതിന്റെ റിസൾട്ട് നമ്മൾ ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കൂടെ വെക്കുന്നതാവും നല്ലത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വിവരങ്ങളുടെ അപഗ്രഥനമാണ്. അതിൽ നമ്മൾ തരംതിരിച്ച് ക്രോഡീകരിച്ച പട്ടികകൾ ഉൾപ്പെടുത്തണം. ഗ്രാഫുകളായി മാറ്റുന്നവയുടെ ഗ്രാഫുകൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, എഴുതണം, അല്ലെങ്കിൽ ഗ്രാഫുകൾ കൂട്ടിച്ചേർക്കണം. എല്ലാ വിവരങ്ങളും പൂർണ്ണ രൂപത്തിൽ മതിയായിട്ടുള്ള തലക്കെട്ടുകൾ സഹിതം അവതരിപ്പിക്കണം. നമ്മൾ ആ ഒരു പ്രൊജക്ടിന്റെ എല്ലാ വിവരങ്ങളും അത് പൂർണ്ണ രൂപത്തിൽ തന്നെ തലക്കെട്ടുകൾ ശീർഷകത്തോടു കൂടി അത് അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. നിഗമനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി അവതരിപ്പിക്കാം. പരികൽപ്പനയുമായുള്ള ബന്ധം, നമ്മുടെ ഒരു പരികൽപ്പന നമ്മൾ മുമ്പ് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ അനുമാനം, അതുമായിട്ടുള്ള ബന്ധം നമുക്കിവിടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ആവശ്യമായ ചിത്രങ്ങൾ അടിക്കുറിപ്പുകളോടെ നമ്മൾ ചേർക്കുക കൂടി വേണം. ഇനി അടുത്തതായിട്ട് ഉപസംഹാരം, നിഗമനം എന്നുള്ള ഭാഗത്താണ്. പഠനഫലങ്ങളുടെ ചുരുക്കം, അത് പരികൽപ്പനയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയണം. ഇനിയും പഠനവിധേയമാക്കേണ്ടവ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയണം. ഈ ഒരു പഠനത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കണം. ഈ ഒരു പഠനം കൊണ്ടുണ്ടായ നേട്ടം, നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു പഠനത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രായോഗികത തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പുതിയ നിർദ്ദേശങ്ങളും തുടർ പ്രവർത്തനത്തിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തണം. അടുത്തതായിട്ട് അവലംബമാണ്. നമ്മൾ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ള സ്രോതസ്സുകൾ, പുസ്തകങ്ങൾ, രചയിതാക്കള്, പ്രസിദ്ധീകരണം ഒക്കെ നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെക്കണം. ഇനി
അടുത്തതായിട്ടുള്ളത് ഏഴാമതായിട്ടുള്ളത് അനുബന്ധമാണ്. ചിത്രങ്ങള്, ചോദ്യാവലി, സർവേ ഫോർമാറ്റുകൾ മുതലായവയൊക്കെ നമുക്ക് ആ ഒരു അനുബന്ധത്തിൽ ഉൾപ്പെടുത്താം. അടുത്തതായിട്ടുള്ളത് ശേഖരിച്ച വിവരങ്ങളുടെ അപഗ്രഥനമാണ്. നമ്മൾ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുടെ അപഗ്രഥനമാണ് അടുത്ത ഒരു ഘട്ടം. ശേഖരിച്ച വിവരങ്ങളെ അപഗ്രഥിച്ചാണ് നിഗമനങ്ങൾ രൂപപ്പെടുന്നത്. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള വഴികളിലൂടെ വിവരങ്ങൾ ശേഖരിക്കും. ഈ വിവരങ്ങൾ ശേഖരിച്ച് അതിനെ അപഗ്രഥിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഇതുവഴി വിവരങ്ങളെ തരംതിരിക്കലാണ് നമ്മളെ ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത്. നെൽകൃഷി കുറഞ്ഞു വരുന്ന പ്രശ്നത്തിൽ കർഷക തൊഴിലാളികൾ, അധികാരികൾ, കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തരംതിരിക്കണം. ആ ഒരു ഘട്ടത്തിനൊരു ഉദാഹരണം പോലെ അവിടെ പറയാണ്. വിദ്യാലയത്തിലെ ഹാജറില്ലായ്മയാണ് നമ്മുടെ പഠന വിഷയമെങ്കിൽ വിവിധ ക്ലാസ്സുകളിൽ ഹാജർ വിവരങ്ങള്, വിഭാഗം തിരിച്ചുള്ള പട്ടികകള്, രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോഡീകരിക്കണം എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. പട്ടികകളെയും അളവുകളെയും ക്രോഡീകരിച്ച് ഗ്രാഫുകളുടെയും ഗണിതക്രിയകളുടെയും അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പട്ടികകളെയും അളവുകളെയും നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് ഗ്രാഫുകളുടെയും ഗണിതക്രിയകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നിഗമനത്തിലേക്ക് എത്തണം എന്നുള്ളത് അവിടെ തിരിച്ചറിയാം. പരികൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. എത്തിച്ചേർന്ന നിഗമനങ്ങളെയും വ്യാഖ്യാനങ്ങളെയും ആദ്യം രൂപീകരിച്ച പരികൽപ്പനയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുന്ന ഘട്ടമാണിത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു പരികൽപ്പന രൂപീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു പ്രൊജക്ട് തുടങ്ങുക. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളെയും വ്യാഖ്യാനങ്ങളെയും നമ്മൾ ഈ ആദ്യം രൂപീകരിച്ചിട്ടുള്ള പരികൽപ്പനയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുന്ന ഒരു ഘട്ടമാണ് ഈ പരികൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പരിശോധന എന്ന ഘട്ടം. ചിലപ്പോൾ അത് പരികൽപ്പനയുമായിട്ട് യോജിക്കുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാവുന്നതുമാവാം. ഇനി അടുത്തതായിട്ട് നിഗമനത്തിൽ എത്തിച്ചേരലാണ്. പ്രൊജക്ട് പ്രവർത്തനത്തിന്റെ സമാപന ഘട്ടമാണിത്. അപ്പൊ പ്രൊജക്ട് പ്രവർത്തനത്തിന്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ഘട്ടമാണ് ഇത് നമ്മളെ നിഗമനത്തിൽ എത്തിച്ചേരൽ എന്ന് പറയുന്നത്. പരികൽപ്പന സ്വീകരിക്കപ്പെടുകയോ തള്ളിക്കളയുകയോ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ പരികൽപ്പന രൂപപ്പെടുത്തുകയോ പുതിയ സിദ്ധാന്തം രൂപപ്പെടുത്തുകയോ ചെയ്യാം. അപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ കണ്ടെത്തൽ വെച്ചിട്ട് നമുക്ക് അതിലൊരു പുതിയ പരികൽപ്പന രൂപപ്പെടുത്തുകയോ പുതിയ സിദ്ധാന്തം രൂപപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം. ചിലപ്പോൾ നിലവിലുള്ള അറിവ് പരിഷ്കരിക്കപ്പെടുകയും ചെയ്യാം. നിലവിലുള്ള അറിവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിഷ്കരിക്കപ്പെടുകയും കൂടി ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡിയിൽ നമുക്ക് വിവിധ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് ഈ ഭാഗങ്ങളൊക്കെ കേസ് സ്റ്റഡി പ്രൊജക്റ്റ് ഒക്കെ കവർ ചെയ്ത് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഓർമ്മ പുതുക്കിയാൽ മാത്രം മതിയായിരിക്കും. സാമൂഹ്യശാസ്ത്രം, മനഃശാസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സാധാരണയായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗവേഷണ രീതിയാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി നമ്മൾ സാമൂഹ്യശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു പ്രതിഭാസത്തെ അതിന്റെ യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളിൽ അന്വേഷിക്കുന്ന ഗവേഷണ തന്ത്രവും അനുഭവപരമായ അന്വേഷണവുമാണത്. അപ്പൊ നമ്മൾ കേസ് സ്റ്റഡിയിൽ ചെയ്യുന്നത് ഒരു പ്രതിഭാസത്തെ അതിന്റെ യഥാർത്ഥ ജീവിത സന്ദർഭത്തിൽ അന്വേഷിക്കുന്ന ഒരു ഗവേഷണ തന്ത്രവും അനുഭവപരമായിട്ടുള്ള ഒരു അന്വേഷണവുമാണ്. അപ്പൊ നമ്മൾ കേസ് സ്റ്റഡീന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് യഥാർത്ഥ ജീവിത സന്ദർഭത്തിൽ അന്വേഷിക്കുന്ന ഒരു ഗവേഷണമാണ് എന്നുള്ളത് അവിടെ മറക്കാതെ ഓർത്തുവെക്കുക. പഠന വിധേയമാക്കുന്ന കേസ് ഒരു നിർദ്ദിഷ്ട സമയത്തും സ്ഥലത്തും നിലവിലുള്ള വ്യക്തിയുടെയോ ഗ്രൂപ്പിന്റെയോ സമൂഹത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ ആകും. നമ്മൾ പരിഗണിക്കപ്പെടുന്ന ഒരു കേസ് അത് ഒരു നിർദ്ദിഷ്ട സമയത്തും ഒരു സ്ഥലത്തും
നിലവിലുള്ള വ്യക്തികളുടെ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ആവാം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ആവാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ആവാം. വിവരണാത്മകവും പര്യവേഷണപരവുമായ വിശകലനമാണ് ഇത്. വിവരണാത്മകമായിട്ടുള്ളതും പര്യവേഷണപരവുമായിട്ടുള്ള ഒരു വിശകലനമാണ് നമുക്ക് കേസ് സ്റ്റഡി എന്ന് പറയാൻ പറ്റും. ഒരു കേസിന്റെ പുനരവലോകനം, കൂടുതൽ അന്വേഷണം, ഒന്നിലധികം കേസുകളുടെ അന്വേഷണം തുടങ്ങിയ സൈദ്ധാന്തിക നിർദ്ദേശങ്ങളുടെയും മുൻകാല അനുഭവങ്ങളുടെയും പിൻബലത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നതാണ് കേസ് സ്റ്റഡികൾ. അപ്പൊ നമ്മൾ കേസ് സ്റ്റഡികൾ എന്ന് പറയുന്നത് ഒരു കേസിന്റെ പുനരവലോകനം, ഒന്നുകൂടെ ആ ഒരു കേസ് അവലോകനം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കേസിന്റെ കൂടുതൽ അന്വേഷണം, അല്ലെങ്കിൽ ഒന്നിലധികം കേസുകളുടെ അന്വേഷണം തുടങ്ങിയവ സൈദ്ധാന്തിക നിർദ്ദേശങ്ങളുടെയും അതേപോലെ തന്നെ കാലങ്ങളിലുള്ള അനുഭവങ്ങളുടെയും പിൻബലത്തിന് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡികൾ എന്ന് നമ്മൾ പറയുക. ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായ പഠനം ഉറപ്പുവരുത്തുന്നതിന് തടസ്സമാകുന്ന നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അപ്പൊ നമ്മളൊരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു പഠനം ഉറപ്പുവരുത്തുന്നതിന്, കുട്ടിയുടെ പഠനം ഉറപ്പുവരുത്തുന്നതിന് തടസ്സമായി വരുന്ന നിരവധി പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. തന്റെ തൊഴിൽ നൈപുണി മെച്ചപ്പെടുത്തുന്നതിന് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോവാൻ ഗവേഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചു മുന്നോട്ടു പോവാൻ തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ക്ലാസ്സിനകത്തും പുറത്തും പ്രത്യേക തരത്തിലുള്ള ചില പെരുമാറ്റ പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പരിഗണിക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്ലാസ്സിനകത്തും പുറത്തും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക പെരുമാറ്റ പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളെ നമുക്ക് പരിഗണിക്കാം. കുട്ടികളുടെ സ്ഥിരമായ ഹാജരില്ലായ്മ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹ്യപരമായ ഒറ്റപ്പെടലുകൾ, പഠന പ്രശ്നങ്ങൾ, ചില വിഷയങ്ങളുടെ പഠന പിന്നോക്കാവസ്ഥ, പഠനോപകരണങ്ങൾ കൊണ്ടുവരുന്നില്ല, ഹോംവർക്കുകൾ ഏറ്റെടുക്കുന്നില്ല തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ ക്ലാസ്സിനകത്തും പുറത്തുമായിട്ട് നേരിടുന്ന ചില പ്രശ്നങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം. ചിലപ്പോൾ വ്യക്തിഗതം മാത്രമല്ല, ഒരു ഗ്രൂപ്പിന്റെ, ഒരു ക്ലാസിന്റെ, അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിന്റെ, ഒരു സമൂഹത്തിന്റെ തന്നെ പ്രശ്നങ്ങളായിരിക്കാം ഇത്തരത്തിൽ കണ്ടെത്താനാവുക. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇതെന്തായിരിക്കില്ല, ഒരു വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നമായിരിക്കില്ല, ചിലപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ ക്ലാസിന്റെ, അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിന്റെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളായിരിക്കാം നമ്മൾ ഇത്തരത്തിൽ കേസ് സ്റ്റഡിക്ക് വേണ്ടി കണ്ടെത്തുക. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണവും വിശകലനവും നടത്തേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണവും വിശകലനവും ഒക്കെ നടത്തേണ്ടി വരും. പ്രശ്നപരിഹരണത്തിന്റെ ഭാഗമായി കുറെ കൂടെ ഉയർന്ന തലത്തിൽ പ്രശ്നങ്ങൾ പഠിക്കേണ്ടി വരുന്നു. ഈ ഒരു പ്രശ്നപരിഹരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറെ കൂടി ഉയർന്ന തലത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ പഠിക്കേണ്ടി വരും. ഇതിന് കേസ് പഠന ഗവേഷണം നമുക്ക് എന്ത് ചെയ്യാം, പ്രയോജനപ്പെടുത്താം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രയോജനപ്പെടുത്താം, കേസ് സ്റ്റഡി പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യം നമ്മൾ അവിടെ ഓർത്തിരിക്കുക. കേസ് പഠന ഗവേഷണത്തിൽ നിരീക്ഷണത്തിനും വിവരശേഖരണത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ഒരു കേസ് പഠന ഗവേഷണത്തിന് വളരെ പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങളാണ് നിരീക്ഷണവും വിവരശേഖരണവും. ശാസ്ത്രീയമായ തെളിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, ശേഖരിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകൾ എന്തു പറയുന്നു, ആളുകൾ എന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചോദിച്ചറിയുകയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. വിവരശേഖരണത്തിനായിട്ട് ചോദ്യാവലികളും നിരീക്ഷണ ഫോർമാറ്റുകളും ആവശ്യമാകും. ഈ ഒരു വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചോദ്യാവലികളും നിരീക്ഷണ ഫോർമാറ്റുകളും തയ്യാറാക്കേണ്ടി വരും. ഗ്രൂപ്പിനൊപ്പം പ്രവർത്തനങ്ങളിൽ പങ്കാളിയായും പുറമേ നിന്നുള്ള നിരീക്ഷകനായും വിവരശേഖരണം നടത്താം. അപ്പൊ നമുക്ക് ഗ്രൂപ്പിനൊപ്പം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും അതേപോലെ തന്നെ പുറമേ നിന്നുള്ള നിരീക്ഷകനായും നമുക്ക് വിവരശേഖരണം നടത്താം. പ്രധാന പ്രവർത്തന ഘട്ടങ്ങൾ, ഇതിന്റെ ഈ ഒരു കേസ് സ്റ്റഡിയുടെ പ്രധാന പ്രവർത്തന ഘട്ടങ്ങൾ എന്തെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളത് കേസ് അല്ലെങ്കിൽ പ്രശ്നം തിരിച്ചറിയൽ. ഇതുപോലൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയല്.
രണ്ടാമത്തത് വിവരശേഖരണം. ഈ ഒരു വിവരശേഖരണത്തിനായിട്ടുള്ള ടൂള് നമ്മൾ തയ്യാറാക്കല്. മൂന്നാമത്തതായിട്ട് ശേഖരിച്ച വിവരങ്ങളെ അപഗ്രഥിക്കൽ. നമ്മൾ കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ശേഖരിച്ച വിവരങ്ങളെ നമ്മൾ അപഗ്രഥിക്കൽ. ഇനി അടുത്തതായിട്ട് നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ രൂപപ്പെടുത്തല്. കേസ് സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കൽ. കേസ് സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കൽ. അതിൽ പ്രശ്നം, ശേഖരിച്ച വിവരങ്ങൾ, അപഗ്രഥനം, നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടും. പിന്നെ പരിഹാര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അവ ഏറ്റെടുക്കൽ. അത് ആ ഒരു നമ്മൾ തിരിച്ചറിഞ്ഞ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കലാണ് അവസാനത്തെ ഘട്ടം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സർവേയെ കുറിച്ചാണ്. പ്രശ്നപരിഹാരത്തിനായി വിവിധ തലങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തനമാണ് സർവേ. ഒരു പ്രശ്നപരിഹരണത്തിനായിട്ട് നമ്മൾ വിവിധ തലങ്ങളിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നമ്മൾ നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർവേ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു കോളനിയിലെ കുടിവെള്ളത്തിന്റെ ലഭ്യത സംബന്ധിച്ച സർവേ എന്നുള്ളത് സർവേക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ വൈദ്യുതിയുടെ ഉപഭോഗം സംബന്ധിച്ച സർവേയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടത്താൻ വേണ്ടിയിട്ട് കഴിയും. സർവേയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. സർവേയുടെ ആദ്യത്തെ ഘട്ടം പ്രശ്നം അനുഭവപ്പെടലാണ്. നമ്മുടെ സർവേയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രശ്നം അനുഭവപ്പെടലാണ്. രണ്ടാമത്തത് വിഷയം തിരഞ്ഞെടുക്കൽ. ആ ഒരു പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു വിഷയം തിരഞ്ഞെടുക്കൽ. പിന്നെ ഈ സർവേ എങ്ങനെ നടത്തും എന്നതിന്റെ ആസൂത്രണ പദ്ധതി തയ്യാറാക്കലാണ് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പിള് നമ്മൾ നിശ്ചയിക്കലാണ്. സർവേ ഫോർമാറ്റ് തയ്യാറാക്കലാണ് അഞ്ചാമത്തെ ഘട്ടം. സർവേ ഫോം ഉപയോഗിച്ച് വിവരശേഖരണം നടത്തലാണ് ആറാമത്തെ ഘട്ടം. ശേഖരിച്ച വിവരങ്ങളെ ക്രോഡീകരിച്ച് രൂപപ്പെടുത്തലാണ് ഏഴാമത്തെ ഘട്ടം. ആ ഒരു ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് അപഗ്രഥിച്ച് നിഗമനങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് എട്ടാമത്തെ ഘട്ടം. ഒമ്പതാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സർവേയുടെ റിപ്പോർട്ട് തയ്യാറാക്കലാണ്. ഇതിൽ പ്രശ്നം, വിഷയം, പ്രവർത്തന പദ്ധതി, ശേഖരിച്ച വിവരങ്ങൾ, അപഗ്രഥനം, നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് സർവേയിൽ നമ്മൾ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ് എന്നിവ അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ഒരു സർവേ പ്രവർത്തനം പൂർത്തിയാക്കുന്നത്. ഗവേഷണത്തിന്റെ ഭാഗമായും പ്രൊജക്ട് പ്രവർത്തനത്തിന്റെ ഭാഗമായും സർവേ നടത്തേണ്ടി വന്നേക്കാം. അപ്പൊ നമ്മൾ ചിലപ്പം ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് സർവേ നടത്തലുണ്ട്, പ്രൊജക്ടിന്റെ ഭാഗമായിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സർവേ നടത്തേണ്ടതുണ്ട്. പ്രധാനമായും ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സർവേയിലൂടെ നടത്തുന്നത് എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. അഞ്ചാമത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അഭിമുഖത്തെ കുറിച്ചാണ്. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ധാരാളം വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. നമ്മുടെ ഒരു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. ആവശ്യമായ വിവരങ്ങൾ ആധികാരികമായ വിഭവ സ്രോതസ്സിൽ നിന്ന് തന്നെ ശേഖരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ആധികാരികമായ ഇടത്തുനിന്ന് ശേഖരിക്കുന്നതായിരിക്കും നല്ലത്. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായും പ്രശ്നപരിഹാരത്തിനു വേണ്ടി വ്യക്തികളിൽ നിന്നും വിവരശേഖരണത്തിനായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് അഭിമുഖം. അപ്പൊ അഭിമുഖം എന്താണ് എന്നുള്ളതൊന്ന് അവിടെ ഓർത്തിരിക്കുക. നമ്മുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ പ്രശ്നപരിഹാരത്തിനു വേണ്ടി വ്യക്തികളിൽ നിന്നും വിവരശേഖരണത്തിനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയാണ് നമ്മൾ അഭിമുഖം എന്ന് പറയാറുള്ളത്. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും പ്രശ്നപരിഹാരത്തിനു വേണ്ടിയും വ്യക്തികളിൽ നിന്നും വിവരശേഖരണത്തിനായിട്ട് നമ്മൾ നടത്തുന്ന കൂടിക്കാഴ്ചയാണ് നമ്മൾ അഭിമുഖം എന്ന് പറയാം. ചില സന്ദർഭങ്ങൾ നമ്മളോട് നോക്കാൻ പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രതന്ത്ര പഠനത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനം, ഭരണഘടന, ഉപഭോക്തൃ നിയമങ്ങൾ തുടങ്ങിയവ വിനിമയം ചെയ്യേണ്ടി വരുമ്പോൾ ജനപ്രതിനിധികൾ, ഭരണാധികാരികൾ, വക്കീലന്മാർ തുടങ്ങിയവരിൽ നിന്നും നമ്മുടെ വിവരം ശേഖരിക്കുന്നത് ഫലപ്രദമായിട്ടുണ്ടാവും.
കല, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട് നൃത്തരൂപങ്ങളോ സംഗീത ഉപകരണങ്ങളോ പരിചയപ്പെടുത്തേണ്ടി വരുമ്പോൾ ഈ മേഖലയിലെ വിദഗ്ധന്റെ, അതായത് ആ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുടെ സേവനം നമുക്ക് അഭിമുഖത്തിലൂടെ ഉപയോഗപ്പെടുത്താം. പ്രാദേശിക ചരിത്രാന്വേഷണത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ചരിത്രത്തിന്റെ രീതിശാസ്ത്രവും കാലപ്പഴക്ക നിർണയ രീതികളും പരിചയപ്പെടുത്താൻ നമുക്ക് ചിത്രകാരന്റെയോ ആർക്കിയോളജി വകുപ്പിന്റെയോ സഹായം ഉപയോഗിക്കുമ്പോൾ ആധികാരികമായ വിവരങ്ങളാവും നമുക്ക് എന്ത് ചെയ്യുക, ലഭിക്കുക. ഒരു പ്രദേശത്തുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പഠനവിധേയമാക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കർഷകനുമായിട്ട് നമുക്ക് അഭിമുഖം നടത്താൻ വേണ്ടിയിട്ടൊക്കെ കഴിയും. ഇത്തരം പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വിവരശേഖരണം നടത്തുന്നതിനും വിവിധ മേഖലകളിൽ അധ്യാപിക എന്ന നിലയിൽ തന്റെ അറിവുകളും നൈപുണികളും മെച്ചപ്പെടുത്തുന്നതിനും അഭിമുഖം പ്രയോജനപ്പെടുത്താനാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പഠന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വിവരശേഖരണം നടത്തുന്നതിനും അതേപോലെ തന്നെ വിവിധ മേഖലകളിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ ആ ഒരു അധ്യാപകന്റെ അറിവും നൈപുണികളും മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അഭിമുഖം പ്രയോജനപ്പെടുത്താം എന്നുള്ളത് അവിടെ തിരിച്ചറിയാം. അഭിമുഖത്തിന്റെ ഘട്ടങ്ങൾ, തയ്യാറെടുക്കൽ പ്രക്രിയകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ അഭിമുഖം, അതിന്റെ പ്രശ്നം അല്ലെങ്കിൽ വിഷയം നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ടാമതായിട്ട് ആസൂത്രണമാണ്. അതിൽ അഭിമുഖത്തിനുള്ള വ്യക്തികളെ നമ്മൾ നിശ്ചയിക്കണം. അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യാവലികൾ തയ്യാറാക്കണം. ഈ ഒരു അഭിമുഖം നടക്കുന്ന സ്ഥലം, അതേപോലെ അഭിമുഖം നടക്കുന്ന തീയതി, അഭിമുഖം നടക്കുന്ന സമയം, ചുമതലകൾ നൽകലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ തീരുമാനിക്കണം. ഇനി ഈ ഒരു നിർവഹണമാണ്, അതായത് അഭിമുഖം നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അഭിമുഖക്കാരനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നോ യഥാർത്ഥ സാഹചര്യത്തിൽ സന്ദർശനം നടത്തിയോ നമുക്ക് അഭിമുഖം നടത്താം. അഭിമുഖ ചോദ്യാവലി ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടികൾ തത്സമയം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അഭിമുഖം നടക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തി പോണം. അതിനുശേഷം ഈ ഒരു അഭിമുഖത്തിന്റെ അപഗ്രഥനമാണ്. അഭിമുഖകാരനിൽ നിന്നും ലഭിച്ച വിവരങ്ങളെ പ്രശ്നപരിഹാരത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അപഗ്രഥിച്ച് നിഗമനങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അഭിമുഖ റിപ്പോർട്ട് തയ്യാറാക്കൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ വിഷയമുണ്ടാവണം, ആസൂത്രണം ഉണ്ടാവണം, അഭിമുഖ വിവരങ്ങൾ ഉണ്ടാവണം, ഉന്നയിച്ച ചോദ്യങ്ങൾ, അതിനുള്ള വിശദീകരണങ്ങൾ, പിന്നെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അടുത്തതായിട്ടുള്ളത് ക്രിയാഗവേഷണമാണ്. ക്രിയാഗവേഷണം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അധ്യാപകർക്ക് ക്ലാസ് മുറിക്കകത്തും പുറത്തും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അയാൾക്ക് എന്ത് വരാറുണ്ട്, അധ്യാപകർക്ക് ക്ലാസ് മുറിയുടെ അകത്തും അതേപോലെ തന്നെ പുറത്തും പല പ്രശ്നങ്ങളും അധ്യാപകന് നേരിടേണ്ടി വരാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ആക്ഷൻ റിസർച്ച്. അപ്പോൾ ഒരു ക്ലാസ്സിലെ അധ്യാപകന് ക്ലാസ് മുറിക്കകത്തും പുറത്തും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. ഇത്തരത്തിൽ ക്ലാസ് മുറിക്കകത്തും പുറത്തും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. വ്യക്തിഗതമായും സംഘമായും വിദ്യാലയവും ഒന്നിച്ചും ആക്ഷൻ റിസർച്ച് ഏറ്റെടുക്കാവുന്നതാണ്. നമ്മൾ ആക്ഷൻ റിസർച്ച് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ക്ലാസ് മുറിക്കകത്തും പുറത്തും അധ്യാപകൻ പല പ്രശ്നങ്ങൾക്കും നേരിടേണ്ടി വരാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ആക്ഷൻ റിസർച്ച് എന്നുള്ളത് നമ്മൾ അവിടെ തിരിച്ചറിയാം. Action research is the process by which practitioners attempt to study their problems scientifically in order to guide, correct and evaluate their decision and actions എന്നുള്ളതാണ് സ്റ്റീഫൻ കോറി ഇതിനായിട്ട് കൊടുത്തിട്ടുള്ള നിർവചനം എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ടീച്ചർ എന്ന നിലയിൽ ക്ലാസ്സിലെ പ്രശ്നങ്ങളും ടീച്ചർ ട്രെയിനി എന്ന നിലയിൽ വിദ്യാലയ അനുഭവ പരിപാടിയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും ഏറ്റെടുത്ത് നമ്മൾ പഠനവിധേയമാക്കുകയും പരിഹാര മാർഗങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തുക കൂടി ചെയ്യേണ്ടതുണ്ട്. ചില ക്രിയാഗവേഷണത്തിന്റെ വിഷയങ്ങളൊന്നും നമുക്ക് നോക്കാം. പഠനതന്ത്രങ്ങളുടെ ഫലപ്രാപ്തി ഒരു വിഷയമായിട്ടെടുക്കാം, പഠന ആവശ്യങ്ങൾ വിഷയമായിട്ടെടുക്കാം, പെരുമാറ്റ പ്രശ്നങ്ങൾ വിഷയമായിട്ടെടുക്കാം, ചില വിഷയങ്ങളോടുള്ള താല്പര്യമില്ലായ്മ നമുക്ക് എടുക്കാം,
ദൃശ്യ ശ്രാവ്യ ഉപകരണങ്ങളുടെ ഉപയോഗം എടുക്കാം. രക്ഷിതാക്കളുടെ പങ്കാളിത്തം, തൊഴിൽപരമായ താല്പര്യങ്ങൾ, അഭിപ്രേരണ ഇല്ലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയാഗവേഷണത്തിന്റെ വിഷയങ്ങളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. തൊഴിൽപരമായി മെച്ചപ്പെടലിനായി സ്വന്തം പ്രവർത്തന മേഖലയിലുള്ള പ്രശ്നങ്ങളാണ് ആക്ഷൻ റിസർച്ചിൽ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ ഒരു തൊഴിൽപരമായ മെച്ചപ്പെടലിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം പ്രവർത്തന മേഖലയിലുള്ള പ്രശ്നങ്ങളാണ് ആക്ഷൻ റിസർച്ചിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. പ്രവർത്തനത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒറ്റയ്ക്കും കൂട്ടായും നമുക്ക് ഗവേഷണം ഏറ്റെടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ഒറ്റയ്ക്കും കൂട്ടായും നമുക്ക് ഗവേഷണം ഏറ്റെടുക്കാം. ഗവേഷണപരമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ധാരണകളിലും പ്രവർത്തനങ്ങളിലും മാറ്റം വരുത്തുകയും ചില നില മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് ക്രിയാഗവേഷണത്തിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഗവേഷണപരമായിട്ടുള്ള പഠനത്തിന്റെ ഒരു അടിസ്ഥാനത്തില് ധാരണകളും അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനത്തിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും നില മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ക്രിയാഗവേഷണത്തിൽ ചെയ്യാറുള്ളത്. തുടർന്നും പ്രശ്നപരിഹരണത്തിനായി നിരന്തരം ഗവേഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റെടുക്കേണ്ടി വരാറുണ്ട്. ക്രിയാഗവേഷണത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതിന്റെ ഒരു പ്രക്രിയ എന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഐഡന്റിഫൈ അവിടെ ഫുള്ളായിട്ട് കാണിച്ചില്ല. പിന്നെ ഡാറ്റ ഗാദർ ചെയ്യുക, ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുക, ആ ഒരു എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ആക്ട് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, വീണ്ടും ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ഡാറ്റ നമ്മൾ കണ്ടെത്തുക, ആ ഡാറ്റയെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക, അതിൽ ആ ഒരു ഡാറ്റ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൽ ആക്ട് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ഇങ്ങനെ തുടർന്ന് പോകുന്നതായിരിക്കും എന്ത്, ആക്ഷൻ റിസർച്ചിന്റെ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ക്രിയാഗവേഷണത്തിന്റെ പ്രക്രിയ എന്നുള്ളത് അവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ക്രിയാഗവേഷണത്തിന്റെ ഘട്ടങ്ങൾ പല പരീക്ഷകളിലും പല സെമസ്റ്ററുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ക്രിയാഗവേഷണത്തിന്റെ ഘട്ടങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ തിരിച്ചറിയുക. ഒന്നാമത്തത് പ്രശ്നം അനുഭവപ്പെടലാണ്. നമുക്ക് ഒരു ക്രിയാഗവേഷണം ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കുട്ടി നേരിടുന്നുണ്ട്, ആ ഒരു പ്രശ്നം നേരിടുന്നു എന്നുള്ള ഒരു പ്രശ്നം അനുഭവപ്പെടൽ ആണ് ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ ഘട്ടമായിട്ട് പറയാൻ കഴിയുക. രണ്ടാമത്തതായിട്ട് പ്രശ്ന കാരണങ്ങൾ വിശകലനം ചെയ്യൽ. പ്രശ്ന കാരണങ്ങൾ എന്തൊക്കെയാവാം ഈ ഒരു പ്രശ്നം കുട്ടി നേരിടാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് നമ്മൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. ക്രിയ പരികൽപ്പന രൂപപ്പെടുത്തൽ. ഈ ഒരു കാരണങ്ങൾ വെച്ചിട്ട് ഇന്നതായിരിക്കാം കാരണമെന്ന് നമ്മൾ മുൻകൂട്ടി ഒരു ജഡ്ജിമെന്റ് ഉണ്ടാക്കുന്നതിനെയാണ് പരികൽപ്പന രൂപീകരണം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ആക്ഷൻ റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഇതൊക്കെയായിരിക്കാം കുട്ടികൾക്ക് ഈ ഒരു മെച്ചപ്പെടൽ ഉണ്ടാക്കാൻ പറ്റാത്തതിന് കാരണം എന്ന് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നതിന് നമുക്ക് പരികൽപ്പന രൂപപ്പെടുത്തൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. പ്രവർത്തന പദ്ധതി തയ്യാറാക്കല്. പ്രവർത്തന പദ്ധതി ഈ ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ ആ ഒരു ക്ലാസ്സിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഈ പ്രശ്നത്തെ മറികടക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു ഘട്ടം. ഇനി പ്രീ ടെസ്റ്റ് നടത്തലാണ്. കുട്ടിയുടെ മേലെ നമ്മൾ ഒരു തരത്തിലുള്ള പരിപാടിയും നടത്താതെ, ഒരു ട്രെയിനിങ് ഒന്നും സ്പെഷ്യലായിട്ട് കൊടുക്കാതെ കുട്ടിയുടെ ഇപ്പോഴത്തെ നിലവാരം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു പരീക്ഷ നടത്തുന്നതിനെയാണ് പ്രീ ടെസ്റ്റ് എന്ന് പറയും. പരിഹാര പ്രവർത്തനങ്ങൾ ചെയ്യൽ. പ്രീ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ബേസിൽ ഓരോ കുട്ടിക്കും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്രവർത്തന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിഹാര പ്രവർത്തനങ്ങൾ കുട്ടിയുടെ മേൽ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കുട്ടിക്ക് കിട്ടിയോ, കുട്ടി എത്രത്തോളം ഇതിൽ മെച്ചപ്പെട്ടു എന്നറിയാൻ വേണ്ടി നമ്മളൊരു പോസ്റ്റ് ടെസ്റ്റും കൂടെ നടത്തും. അതായത് കുട്ടിയിൽ നമ്മൾ ഈ പ്രവർത്തന പദ്ധതി അല്ലെങ്കിൽ പരിഹാര പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് പോസ്റ്റ് ടെസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫല വിശകലനം ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും രൂപീകരിക്കുക. ക്രിയാഗവേഷണ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു ക്രിയാഗവേഷണത്തിന്റെ ഘട്ടങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ആ റിപ്പോർട്ടിനും ഒരു പ്രത്യേകമായിട്ടുള്ള ഘടനയുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രശ്നം ഏതാണ് എന്ന് എഴുതണം.
നമ്മുടെ പരികൽപ്പന എന്തായിരുന്നു എന്ന് എഴുതണം. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതണം. പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ഫലങ്ങൾ നമ്മൾ എഴുതണം. പിന്നെ നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയവ നമ്മൾ എന്ത് ചെയ്യണം? രൂപീകരിക്കണം. അവസാനമായിട്ട് ഫലങ്ങളുടെ അവതരണം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനം പൂർണ്ണമായിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഈ പ്രവർത്തന ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഒരു ആക്ഷൻ റിസർച്ച് പഠനം പൂർത്തിയാകുന്നത് എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഒരു ക്രിയാഗവേഷണം നടത്തുക എന്നുള്ളത് അവിടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യവും വ്യക്തവുമാണ് എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.